ശ്രീ സതീഷ് ഗോപി, നമുക്കറിയാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഷിപ്പിംഗ് സേവനം നൽകാൻ സാധ്യമാകുന്ന ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തേക്ക് തുറക്കുന്ന ഒരു വാതായനമായി മാറുകയല്ലേ വിഴിഞ്ഞം? അതെ, തീർച്ചയായും രോഹിണി. അത് നമ്മുടെ ഇന്ത്യയുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരമുണ്ട്. ബോംബെ, ഇപ്പോഴത്തെ മുംബൈ, അതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. വിഴിഞ്ഞം നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആകാൻ പോവുകയാണ്. ഭാരതത്തിൻ്റെ ഒരു ഗേറ്റ് വേ ആകാൻ പോവുകയാണ്. വാണിജ്യ വ്യവസായ കോറിഡോറിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. പക്ഷേ വിഴിഞ്ഞം അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം ഇന്നിപ്പോൾ കമ്മീഷൻ ചെയ്യുന്നു. വിഴിഞ്ഞത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദഗ്ധരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ എന്താണ് വേണ്ടത്? നമുക്ക് പിന്നീട് ഈ മേഖലയിൽ പിന്നീട് നമ്മുടെ ലോജിസ്റ്റിക്, പിന്നീട് നേവൽ ആർക്കിടെക്ചർ, പിന്നെ അതുപോലെ പിന്നീട് ഷിപ്പുകളുടെ നിർമ്മാണം, പിന്നെ അതേപോലെ തന്നെ പിന്നീട് ടൂറിസം മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതുപോലെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, അതുപോലെയുള്ള മേഖലയിൽ നമുക്ക് നൈപുണ്യമുള്ളവർ ഇപ്പോൾ ഉള്ള ആൾക്കാർ 1% താഴെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ ഇതേപോലെ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമ്മൾ വാർത്തെടുക്കണം. അങ്ങനെ വാർത്തെടുത്താൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനം നമുക്ക് നമ്മുടെ യുവതലമുറയ്ക്ക് അത് പ്രാപ്തമാകുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ഒരു കാരണവശാലും അതിന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതിനിവിടെ വേണ്ടത് എന്താണ്? ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി അത്യാവശ്യമാണ്. ഇതുപോലെയുള്ള സാങ്കേതിക കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അത്യാവശ്യമാണ്. തീർച്ചയായും ദൂരക്കാഴ്ച വളരെ വളരെ നല്ലൊരു വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ സർക്കാരുകൾക്ക് അതിന് തീർച്ചയായും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എയ്ഡുകളും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ലഭിക്കും. ഇപ്പോൾ പിന്നെ ഔട്ടർ റിംഗ് റോഡ്, അതുപോലെയുള്ള റിംഗ് റോഡുകൾ, ഇതിൻ്റെയൊക്കെ വികസനത്തിന് വേണ്ടിയിട്ട് കപ്പൽ നിർമ്മാണശാലയ്ക്ക് എത്ര തുക ചിലവഴിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയിലേറെ തുകയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. അപ്പോൾ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോള് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം മാത്രമാണ്. എത്രായിരം കോടി അതിലധികമാണ് കേന്ദ്ര ഗവൺമെൻറ് അതിൽ ചിലവഴിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അതായത് ഇപ്പോൾ പിന്നീട് ഈ തുറമുഖ നിർമ്മാണത്തിലേക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് എത്ര രൂപ ചിലവഴിച്ചു, സംസ്ഥാന ഗവൺമെൻറ് എത്ര രൂപ ചിലവഴിച്ചു, ഇങ്ങനെ ചില ചോദ്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിന് നമ്മൾ നോക്കേണ്ടത് ഒരു തുറമുഖം മാത്രം പോരാ, അതിനനുബന്ധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒത്തിരി കാര്യങ്ങളിൽ റോഡ് വികസനമുണ്ട്, റെയിൽ വികസനമുണ്ട്, അതുപോലെ തന്നെ ഈ ചെറുകിട വ്യവസായങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ കോറിഡോറിൻ്റെ ചുറ്റും, ഈ വരുന്ന ഇടനാഴിക്ക് ചുറ്റും അങ്ങനെ ഒരു വ്യവസായ വിപ്ലവം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിലുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ, അതുപോലെയുള്ള തേന്, പഴം, പച്ചക്കറി, മത്സ്യമാംസാദികൾ, സംസ്കരിച്ച മത്സ്യമാംസാദികൾ, ഇതൊക്കെ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര കോടി ഡോളറിൻ്റെയാണ് മത്സ്യങ്ങൾ വിദേശത്തേക്ക് പോകുന്നത്? അത് ഇനി വിഴിഞ്ഞം കോറിഡോർ വഴി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതിനു വേണ്ടുന്നുള്ള ബേസിക് ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കണം. അതിലൊരു വീഴ്ചയും വരാൻ പാടില്ല. ഏതൊക്കെ ഗവൺമെൻറ്റാണ്, ഏതൊക്കെ വകുപ്പുകളാണ് അതിൻ്റെ ചുമതല, അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കും. കാരണം ഇങ്ങനെ വളരെ ഒരു വിഷനോടുകൂടിയ കേന്ദ്ര സർക്കാർ 2014 അധികാരത്തിലേറിയതിന് ശേഷമാണ് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് ഇത്രയേറെ ഒരു മൊമെൻറ്റം കൈവരിച്ചത്. ഇത് ഇത്രയും പെട്ടെന്ന് പിന്നെ സാധ്യമാവും. 91 തുടങ്ങിയ ഒരു പദ്ധതിയാണ് ആരംഭിച്ച ആലോചന. 90-കളിൽ തുടങ്ങിയതാണ്. ഏകദേശം 35 വർഷം എടുത്തു ഒരു കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ അവിടെ കുറേയേറെ കാലതാമസം വന്നിട്ടുണ്ട്. അത് അംഗീകരിച്ചേ വെക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ പ്രാവർത്തികമാക്കിയതിന് ശേഷം ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വരാൻ വേണ്ടി താമസം വരരുത്, ഒരു കാരണവശാലും വരരുത്. ഇപ്പോൾ ഏകദേശം 800 മീറ്റർ ബെർത്ത് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ആ 800 മീറ്റർ ബെർത്ത് എന്ന് പറയുന്നത് 2028 ആകുമ്പോൾ 1200 മീറ്റർ കൂടി ഏകദേശം 2 കിലോമീറ്ററായി മാറും. 2 കിലോമീറ്റർ അല്ലെങ്കിൽ 2000 മീറ്റർ ബെർത്തിൻ്റെ ലെങ്ത് വരുമ്പോൾ ഏകദേശം 5 മദർഷിപ്പുകൾക്ക് ഡോക്ക് ചെയ്യാനൊക്കും ഈ ബെർത്തിൽ.
5 മദർഷിപ്പുകൾ അറ്റ് എ ടൈം ഡോക്ക് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ വിഴിഞ്ഞത്തൊരു മദർഷിപ്പ് വരുമ്പോൾ 1-2 മദർഷിപ്പുകൾ പുറത്ത് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് എൻ്റെ സമയത്തിന് വേണ്ടിയിട്ട്. ആ സമയ ലാഭം അവിടെ ഉണ്ടാവും. മാത്രമല്ല ഏകദേശം കഴിഞ്ഞ ഡിസംബർ 2024 ഡിസംബറിന് ശേഷം ഏകദേശം 6 ലക്ഷം കണ്ടെയ്നർ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ 5 മദർഷിപ്പ് അറ്റ് എ ടൈമിൽ ബെർത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശേഷി എന്ന് പറയുന്നത് 1 ലക്ഷം അല്ല 10 ലക്ഷം, അതായത് 1 മില്യൺ ആണ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലാണ്. അത് 2.5 ലക്ഷം വരെ മാക്സിമം എഫിഷ്യൻസിയിൽ പോയാൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അത് 5 ലക്ഷമെങ്കിലും നമ്മളാക്കണം, 5 മില്യനെങ്കിലും ആക്കണം. അതായത് 2.5 മില്യണിൽ നിന്നും 5 മില്യൺ ആക്കണം. ഇപ്പോൾ 1 മില്യൺ സ്ഥാപിത ശേഷി എന്ന് പറയുമ്പോൾ അത് 2.5 മില്യൺ മാക്സിമം ആവും. അത് 5 മില്യൺ ആക്കണം. 5 മില്യൺ ആക്കിയിട്ട് വീണ്ടും ഈ പോർട്ടിൻ്റെ വികസനം ഇതിനനുബന്ധിച്ച് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഈ 2 കിലോമീറ്റർ എന്ന് പറയുന്ന വാർഫ് 2 കിലോമീറ്റർ നിർത്തിക്കളയരുത്. മാക്സിമം നമുക്കിവിടെ എത്ര മീറ്ററിൽ വാർഫ് ഇനിയും നിർമ്മിക്കാൻ ഒക്കും, ഇനിയും ഈ തുറമുഖത്തിനെ എത്രമാത്രം വികസിപ്പിക്കാൻ ഒക്കും, ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുപോകാൻ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന് കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ബേസിക് ഫെസിലിറ്റി അമെനിറ്റീസ് ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനും കഴിയണം. ആ രീതിയിൽ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. എങ്കിലേ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചെറുപ്പക്കാർ ഈ തുറമുഖത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ഭാവി എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്, തിരുവനന്തപുരത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ ഒരു മെഗാ പ്രോജക്റ്റാണ് എന്ന് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന, എൻജിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന, സാങ്കേതിക വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. അവർക്കൊരിക്കലും ഒരു നിരാശ വരുത്തരുത്. അവരുടെ ഏക ഒരു അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. അത് മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനം ഏത് രീതിയിൽ വരുമെന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതായത് സിംഗപ്പൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ 1/3, തിരുവനന്തപുരം ജില്ലയുടെ 1/3 മാത്രം വലിപ്പമുള്ള സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ദിവസം ആ തുറമുഖത്ത് കയറി ഇറങ്ങുന്ന കപ്പലുകളുടെ എണ്ണം ഏകദേശം 400ആണ്. അവിടെ ബങ്കറിംഗ് ബിസിനസ്സിലൂടെ മാത്രം $17.6 ബില്യൺ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു. ആ നിലവാരത്തിലേക്ക് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ അഭിമാനമായ വിഴിഞ്ഞം പദ്ധതി എത്തുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം കോടിയോ 3 ലക്ഷം കോടിയോ ആയിരിക്കുമ്പോൾ $17.6 ബില്യൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ ആ ഒരു ടാർഗറ്റിലേക്ക് ഇത് പോകട്ടെ, അങ്ങനെ എത്തട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം.